ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, അതിഥികളെ, വളരെ പ്രൗഢമായ ഒരു സംഗമത്തിൽ നിങ്ങളുടെ അൽഖൈർ ഏരിയയിൽ വരാനും ഈ സംഗമത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഗീത വിരുന്ന് ഇവിടെ നിങ്ങളുടെ ഷാഫിയുടെയും വാഹിദിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിന് എൻ്റെ പ്രസംഗം ഒരു തടസ്സമാക്കി നിർത്താതെ ഞാനും പെട്ടെന്ന് റഹീമും ഷമീറൊക്കെ നിർത്തിയതുപോലെ നിർത്തി അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പ്രവാസ ലോകത്ത് KMCC വളരെ പ്രൗഢമായും മനോഹരമായും അവരുടെ അതിജീവനത്തിൻ്റെ കാലത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. മുസ്ലിം ലീഗ് KMCC എന്ന് പറയുന്ന ഒരു പോഷക സംഘടനയെ ഉണ്ടാക്കുന്നത് പ്രവാസ ലോകത്തുള്ള അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്ന മുഖ്യമായ അജണ്ടയിലാണ്. KMCCയുടെ പ്രവർത്തനങ്ങളിൽ പ്രാമുഖ്യത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അവിടെയാണ്. പ്രത്യേകിച്ച് നിങ്ങളിവിടെ വന്നത് നമ്മുടെ നാട് വിട്ട് മറ്റൊരു ദേശത്ത് കുടിയേറിയത് ഏറ്റവും പ്രധാനമായത് ജീവിതത്തെ അതിജയിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ഒരുപക്ഷെ അത്തരത്തിലുള്ള വ്യാവസായികവും മുന്നേറ്റങ്ങൾ നടത്തുന്ന ആളുകൾ എന്ന നിലക്ക് അതിനെ അതിജയിക്കുന്ന, ജീവിതത്തെയും പ്രയാസങ്ങളെയും അതിജയിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്ന നിങ്ങളുടെ ബിസിനസ് ആവട്ടെ, ജോലിയാവട്ടെ, പ്രവാസത്തിൽ നിങ്ങൾ ഏർപ്പെടാനുണ്ടായിരുന്ന പരമമായ കാരണമാണ് നിങ്ങൾ ഗൗരവത്തിലെടുക്കേണ്ടത്. ഇവിടെ ബിസിനസ്സുകാരെയൊക്കെ ആദരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഫിർദൗസിനെ ആദരിച്ച് നിങ്ങൾ കണ്ടു. പലരെയും ഈ സദസ്സിൽ പേര് വെച്ച് നിങ്ങൾ അവരെ ആദരിക്കുകയും പരസ്പരം സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രവാസത്തിലെ നിങ്ങളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ KMCCയുടെ പ്രവർത്തകന്മാരോട് സ്നേഹപൂർവ്വം പറയുന്നത്, സംഘടനാപരമായ ഏത് പ്രതിബദ്ധതയുടെ പേരിലാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാണ് എന്നത് മറന്നു പോവാതെ ഇരിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ഒരു സംഘടനാ പ്രവർത്തനത്തിനിടയിലും അവനവൻ്റെ ജീവിതമോ ഉത്തരവാദിത്തങ്ങളോ ബാധ്യതയോ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാവരുത് നിങ്ങളാരുമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം അഭിപ്രായപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരുപാട് ആളുകളെ കാണാറുണ്ട്. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. വീട് വെച്ച് കൊടുക്കാറുണ്ട്, രോഗികളെ സഹായിക്കാറുണ്ട്, നാട്ടിലെ സാംസ്കാരികവും മതപരവും സാമൂഹ്യവും രാഷ്ട്രീയവും ഒക്കെയായ കാര്യങ്ങളിൽ നിങ്ങളുടെ സഹായഹസ്തങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ശരിയാണ്. 14 ബൈത്തുർ റഹ്മ ഉണ്ടാക്കി കൊടുത്ത ഒരു കമ്മിറ്റിയുടെ സുഹൃത്തിനെ എനിക്കറിയാം, ഭാരവാഹിയെ.
അദ്ദേഹത്തിന് അവസാനം പെട്ടെന്ന് പ്രവാസത്തിൽ നിന്ന് മടങ്ങേണ്ടി വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വെറും 4 സെൻറ്റ് സ്ഥലത്ത് ഒരു വീടില്ലായിരുന്നുവെന്ന് ആ കമ്മിറ്റി അറിയുന്നത്. പ്രവാസിയുടെ പ്രശ്നങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവുമല്ല നിങ്ങൾ നടത്തേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ എല്ലാ പ്രവാസ സുഹൃത്തുക്കളോടും പറയാറുണ്ട്, നമ്മൾ വേറെ ജീവിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് വരികയാണ്. ഇവിടെ വരുമ്പോൾ ഞാൻ പലരെയും കാണാറുള്ളത് അർദ്ധരാത്രിയിൽ മീറ്റിങ്ങുകൾ, KMCC-യുടെ മീറ്റിങ്ങൊക്കെ രാത്രിയിൽ ഏതോ അന്ത്യയാമത്തിൽ കഴിയും. ആ സമയത്താണ് ഹോട്ടലിൽ കയറിയിട്ട് ഉച്ചക്ക് തിന്നണ മാതിരിയാണ് ഓരോരുത്തർ അടിച്ചു മാറ്റുന്നത് കാണാറ്. അസമയത്താണ് ഭക്ഷണം കഴിക്കുക. ഒരു ജീവിത ചിട്ടയും ഉണ്ടാവില്ല. നല്ല തിരക്കുള്ള ജീവിതമാണ്, ഉത്തരവാദിത്തങ്ങളുള്ള ജീവിതമാണ്. നേരത്തെ റഹീം സാഹിബ് പറഞ്ഞ പോലെ സ്ട്രെസ്സുള്ള ജീവിതമാണ്. ആരോഗ്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാൻ. ഒരു കൃത്യമായ ചിട്ടയും രീതിയുമൊക്കെ നിങ്ങൾ, കാരണം ആരോഗ്യമുള്ള ഒരു തലമുറയും സമൂഹവും നമ്മുടെ സ്വപ്നമാണ്, നമ്മുടെ അധ്വാനം അതാണ്. ഇവിടെ ഇതായി നിറയെ നമുക്കിടയിലൂടെ ബഹളങ്ങൾ ഉണ്ടാക്കി ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് പ്രവാസ ലോകത്ത്. പഴയ പോലെ അല്ല. പഴയ പ്രവാസം നമ്മളെ PTയുടെ മുമ്പിലിരിക്കുന്നുണ്ട്. കുറേ വാർദ്ധക്യം ബാധിച്ച കുറേ ആളുകളുള്ള പ്രവാസമാണ്. ഇന്നിതാ ഇവിടെ വന്നിരിക്കുന്നതിൽ കുടുംബങ്ങളായി പോലും വന്നിരിക്കുന്നവരൊക്കെ യങ്സ്റ്റേഴ്സാണ്, ചെറിയ ആളുകളാണ്, ചെറിയ പ്രായത്തിലുള്ളവരാണ്. പ്രവാസം ഇന്ന് പഴയ പോലെ ഒരു താൽക്കാലിക വിരാമമുള്ള ഒന്നല്ല. പ്രവാസം അനുസ്യൂതമായി തുടരുന്ന, പണ്ടൊക്കെ ഞാൻ KMCC-യുടെ പരിപാടികളിൽ ഈ മസ്കത്തിൽ പോലും വരുമ്പോഴും അധികവും എല്ലാ KMCC പരിപാടിയിലും യാത്രയപ്പുണ്ടാവും. ഇപ്പം യാത്രയാക്കാൻ KMCC-ക്കാർ ആരെയും കിട്ടാറില്ല. കാരണം ആരെയും പോയിട്ട് വേണ്ട യാത്രയാക്കാൻ. അങ്ങനെ പോയാൽ തന്നെ മക്കളുടെ കൂടെയോ കുടുംബത്തിൻ്റെ കൂടെയോ പിന്നെയും പ്രവാസ ലോകത്തേക്ക് തിരിച്ചു വരുന്നവരാണ് ഇപ്പോഴുള്ളത്. ഏകദേശം പ്രവാസം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഈ കുടുംബങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ കുടുംബങ്ങൾ, നമ്മുടെ ഭാര്യമാർ, അവരുടെ ഒരു പരിസരമുണ്ട്, ഒരു വലിയ ഫാമിലി, അതിൻ്റെ ചുറ്റുവട്ടം, അയൽപക്കം, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് അവർക്ക് ഒരുപാട് എൻഗേജ്മെൻറ്റ്സ് ഉണ്ട്. മക്കളും അങ്ങനെയാണ്, സ്കൂളുകളായാലും ഒക്കെ. പ്രവാസ ലോകത്ത് വരുന്ന ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും 4 ചുമരുകൾക്കുള്ളിൽ ഇടയ്ക്ക് മാത്രം പുറത്തിറങ്ങുന്നവർ തൻ്റെ ഭർത്താവിൻ്റെ കൂടെയോ ഒരുമിച്ച് ജീവിക്കാനുള്ള ഇഷ്ടം കൊണ്ട് വരുന്നവരാണ്. അവരെക്കുറിച്ച് ഗൗരവത്തോടെ നിങ്ങൾ ആലോചിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ നാട്ടിൽ ഉള്ള മക്കളും ഭാര്യയും ഒക്കെ ഉള്ളവരുണ്ടാവാം. നാട്ടിലുള്ള മക്കൾ, പ്രവാസിയുടെ മക്കളെക്കുറിച്ച് സൈക്കോളജിയിൽ പറയുന്ന ഒരു ടേമുണ്ട്. അത് ഫാദർലെസ് ഫാമിലി എന്നാണ്. ഫാദർലെസ് ഫാമിലി എന്ന് പറയുന്നത് ഒരു യതീം എന്ന നിലക്കല്ല. വാപ്പയുടെ സാന്നിധ്യമില്ലാത്ത, അച്ഛൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു കുഞ്ഞ്. അവരുടേതായ മാനസികമായ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. ഇന്നതിനൊക്കെ മനഃശാസ്ത്രപരമായ പരിഹാരങ്ങളുള്ള കാലമാണ്. ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളായാലും നാട്ടിലുള്ളവരായാലും ഒരു പ്രവാസിയുടെ പരിഗണനയിൽ അവരുടെ കുടുംബം, അവരുടെ കുട്ടികൾ, അവരുടെ ഫാമിലി എല്ലാം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട്, നിങ്ങൾക്കകത്തു തന്നെ പ്രവർത്തിക്കേണ്ടെന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, CH മുഹമ്മദ് കോയ സാഹിബാവട്ടെ, സീതി സാഹിബാവട്ടെ, മഹാനായ പൂക്കോയ തങ്ങളാവട്ടെ, ബാഫക്കി തങ്ങളാവട്ടെ, ഒരു മുന്നേറ്റം നടത്തിയ ഒരു സമയമുണ്ട് സമൂഹത്തിനകത്ത്. CH-ൻ്റെ സ്വപ്നങ്ങളുണ്ട്, ലീഗ് നേതാക്കന്മാരുടെ പ്രതീക്ഷകളുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ എന്ന് പറയുന്നത്, ആ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആശങ്കയോടുകൂടി ഒരു തലമുറ, ഒരു സമൂഹം പടപെട്ടിയത്. ഭാഗ്യവശാൽ നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് സമൂഹത്തിലെ ഏറ്റവും അതിജയിച്ചു വന്ന സമ്മോഹനമായ ഒരു ജീവിത വ്യവസ്ഥിതിയെ സ്വീകരിക്കുന്ന ഒരു വിഭാഗമായി മാറാൻ കഴിഞ്ഞു എന്നത് സന്തോഷം നിറഞ്ഞതാണ്. അൽഹംദുലില്ലാ. പക്ഷേ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനകത്ത്
അതീവ ജാഗ്രതയോടെ ഇടപെടുന്ന ഒരു സമുദായം. പക്ഷെ മറുഭാഗത്ത് ഒരു അശ്രദ്ധയുടെ പ്രശ്നമുണ്ടോ എന്നത് സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. എന്തെന്നാൽ ഒരാൾക്ക് മക്കളുണ്ടാവും, ആൺകുട്ടികളായിരിക്കാം, മൂത്തത് മകനാവാം അല്ലെങ്കിൽ മകളാവാം. മകനാണെങ്കിൽ ഒരു +2 കഴിയുമ്പോൾ അപ്പോൾ തന്നെ അവരെ നമ്മൾ നേരെ പ്രവാസത്തെ ലോകത്തിലേക്ക് കൊണ്ടുവരികയാണ്. +2 കഴിഞ്ഞാൽ അവനോട് ഇങ്ങോട്ട് വരാൻ പറയും. ഇവിടെ വന്നാൽ അവന് ജീവിതത്തെ അതിജയിക്കേണ്ടുന്ന വലിയ ബാധ്യതയുണ്ട്. അവൻ വരും, ഇവിടെ പണിയെടുക്കും, കഷ്ടപ്പെടും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് അവൻ നാട്ടിൽ പോയി തിരിച്ചെത്തുമ്പോഴാണ് അവന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അവനൊരു കല്യാണം കഴിക്കണ്ടേ. കല്യാണം കഴിക്കുമ്പോൾ പെണ്ണ് നോക്കിയാൽ PG കഴിയാത്ത ഏതെങ്കിലും ഒരു കുട്ടിയെ നിങ്ങൾക്ക് നാട്ടിൽ ഇപ്പോൾ കിട്ടുമോ? എവിടെ ഉണ്ടാവില്ല എന്നുള്ള അർത്ഥം. ആദ്യത്തെ വരവിൽ കുറച്ച് തിരഞ്ഞു നോക്കും, ഏകദേശം ഒരു +2 ഉള്ള കുട്ടിയുണ്ടോ നോക്കും. ഇന്ന് മുസ്ലിം കുടുംബത്തിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നുള്ളതാണ് വസ്തുത. അഭിമാനമാണ്, സന്തോഷമാണ്. രണ്ടാമത്തെ തവണ വന്നിട്ട് കണ്ണും പൂട്ടിയൊരു കട്ടലാണ്. നോക്കുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷനും +2 തമ്മിലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഉമ്മമാരോട് പറയുന്നത്, വാപ്പമാരോട് പറയുന്നത്, ആൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ജാഗ്രത വേണം. ഇത് പറയാൻ മാത്രം ഈ സമുദായം വളർന്നു എന്നത് വേറെയാണ്. അതിനാരോടെങ്കിലും കടപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്ഷീണമായ യജ്ഞമാണ്. നിങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, പഠിച്ചു വന്ന പെൺകുട്ടികളുടെ, ഞാൻ പറഞ്ഞു വന്നത് ആൺകുട്ടികൾക്കാണെങ്കിലും +2 കഴിഞ്ഞു വന്നാൽ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ സംവിധാനം ഒരുപാടുണ്ട്. ആ +2വിൽ നിങ്ങൾ നിൽക്കരുത്. ഇവിടെ നിന്ന് തന്നെ പഠിക്കാനും ഗ്രാജുവേഷൻ എടുക്കാനും PG എടുക്കാനും ഒക്കെ നിങ്ങൾ പരിശ്രമിക്കണം. പെൺകുട്ടികളുടെ രണ്ടാമത്തെ കാര്യം, ഈ ജോലി ചെയ്യേണ്ടത്, അതിന് പറ്റാവുന്നത്, അതിന് കാപ്പബിലിറ്റി ഉള്ളത് ആൺകുട്ടികളാണ് എന്നൊരു ധാരണ പലപ്പോഴും പല കുടുംബങ്ങളിലും രൂഢമൂലമായിട്ടുണ്ട്. അത് ശരിയായൊരു ധാരണയല്ല. നമ്മുടെ പെൺകുട്ടികൾ നിങ്ങളുടെ ബിസിനസ്സിൽ പങ്കാളികളായി, നിങ്ങളുടെ കഫ്റ്റീരിയകളിൽ പങ്കാളികളായി, നിങ്ങൾക്ക് ഒരാൺകുട്ടിയെ പോലെ തന്നെ അത് സമർത്ഥമായി കൊണ്ടുപോകാനുള്ള കഴിവുള്ള പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട്. ജോലി ചെയ്യാൻ കഴിയുന്നവരുണ്ട്. അവരെ പഠിച്ചു വന്നു കഴിഞ്ഞാൽ കേവലം ഒരു കല്യാണം കഴിച്ചു വിടാനുള്ള ഒരു ക്വാളിഫിക്കേഷനായി എഡ്യൂക്കേഷനെ മാറ്റരുത്. ജീവിതത്തെ ജയിച്ചു വരാൻ കഴിയുന്ന വിധത്തിൽ ആ പെൺകുട്ടികൾക്കും തൊഴിലവസരങ്ങളിൽ വന്നു നിൽക്കാനുള്ള ഇടം കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, മുസ്ലിം ലീഗിന് ഈ വിഷയത്തിലൊക്കെ കൃത്യമായ ധാരണയുണ്ട്. രാജ്യത്ത് വലിയ ജെൻഡർ ഈക്വാലിറ്റിയുടെയും ജെൻഡർ പൊളിറ്റിക്സിൻ്റെയും ഒക്കെ വിഷയം വന്നപ്പോൾ ലീഗ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഈ ജെൻഡർ ഈക്വാലിറ്റിയിൽ വിശ്വസിക്കുന്നില്ല. ജെൻഡർ ഈക്വാലിറ്റി എന്താണ്? സ്ത്രീകൾക്ക് വളരാം. ഏതുവരെ? പുരുഷൻ്റെ തോളറ്റം വരെ. അതാണ് ഈക്വാലിറ്റി എന്ന് വെച്ചാൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറയാം. മുഖ്യമന്ത്രിയുടെ അടുത്തിരുന്ന് ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർക്ക് പത്രസമ്മേളനം നടത്താം, കുഴപ്പമില്ല, ജെൻഡർ ഈക്വാലിറ്റിയാണ്. പക്ഷെ മുഖ്യമന്ത്രിയാവുന്നത് അതിന് നമ്മൾ സമ്മതിക്കൂല എന്ന് പറയുന്ന പുരുഷ മേധാവിത്വത്തിൻ്റെ രീതിയാണ് ഈ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്നത്. പെണ്ണ് മുഖ്യമന്ത്രിയാവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവിടെ ജെൻഡർ ഈക്വാലിറ്റി ഒന്നുമില്ല. ലീഗ് ജെൻഡർ ഈക്വാലിറ്റിയിൽ വിശ്വസിക്കുന്നില്ല. ലീഗ് ജെൻഡർ ജസ്റ്റിസിലാണ് വിശ്വസിക്കുന്നത്. കഴിവുള്ളവർ സ്ത്രീകളാണെങ്കിൽ ഒരു ഓഫീസിൽ നന്നായി ക്വാളിഫിക്കേഷൻ അനുസരിച്ച് കഴിവുള്ളവർ അവരാണെങ്കിൽ അവർ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കണം, ജോലി ചെയ്യണം. ഖദീജ റളിയല്ലാഹു അൻഹ 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് പെൺകുഞ്ഞു ജനിച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന പഴയ കാലത്ത്, പ്രാകൃതം എന്ന് പറഞ്ഞ കാലത്ത്, ഖുറൈശികളുടെ ഉഗ്രപ്രതാപം നിറഞ്ഞു നിൽക്കുന്ന കാലത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള വലിയ പ്രമാണിമാർ നിൽക്കുന്ന മക്കയിൽ ഖദീജ റളിയല്ലാഹു അൻഹ ബിസിനസ്സുകാരിയാണ്, വ്യവസായിയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ തൊഴിലാളിയായി ഒരു നിയോഗം അള്ളാഹു ഉണ്ടാക്കുന്നത് അതും സാധ്യമാണ് എന്നതിൻ്റെ തെളിവാണ്.
അങ്ങനെയും ഉണ്ട് എന്നതിൻ്റെ തെളിവാണ്. പ്രവാചകനേക്കാൾ ബിസിനസ്സിൽ പ്രാവീണ്യം ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കാണ്. അതുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ തൊഴിലാളിയായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ, ലോകത്തിൻ്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിയോഗമുണ്ടായി. കഴിവാണ് പ്രധാനം, ഇക്വാലിറ്റി അല്ല, ജസ്റ്റിസ് ആണ് പ്രധാനം. അതുകൊണ്ട് സ്ത്രീകൾ തൊഴിലെടുക്കേണ്ടത് വെറുതെ പഠിപ്പിച്ചൊരു സമുദായത്തിൻ്റെ എഫേർട്ടിനെ കളയല്ല. നിങ്ങൾക്കറിയാലോ, നമ്മുടെ നാട് പ്രവാസം കൊണ്ട് അതിജയിച്ചു വന്ന ഒരു നാടാണ് മലയാളം. പക്ഷേ ആ പ്രവാസത്തിലെ ഒരു സമുദായത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഭാഗത്തിൽ 50% കഴിഞ്ഞ ഒരു 40 കൊല്ലക്കാലം 50 കൊല്ലക്കാലം വോക്ക് ചെയ്തത് പുരുഷ വിഭാഗം മാത്രം. ബാക്കി 50% എക്യുപ്പിഡായിരുന്നില്ല. എന്നാൽ സമകാലികമായി നിങ്ങൾ പരിശോധിച്ചാൽ ആ 50% ഇന്ന് ശക്തമായി ഉയർന്നു വന്നിരിക്കുന്ന ഒരു കാലമാണ്. അവരെ സമൂഹത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ KMCC-യുടെ പ്രവർത്തകന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് അതൊരു കേവലമായ രാഷ്ട്രീയ സംഘടന മാത്രമല്ല, ഒരു സമൂഹത്തെ, നമുക്കറിയാമല്ലോ, ഒരു സാമുദായിക പാർട്ടിയാണ്. ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അവരുടെ സാംസ്കാരികം, വിശ്വാസപരം, ഈ കാര്യങ്ങളിലൊക്കെയുമുള്ള കാഴ്ചപ്പാടുകളുണ്ട്. സമൂഹത്തെ അങ്ങനെ വെറുതെ ഒന്നും ഉണ്ടായതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, 921 ഏറ്റവും ഊഷരമായ ഒരു സമൂഹത്തെയാണ് ഈ 2025 സർഗാത്മകമായ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞത്. 21 നിന്ന് 47 നമ്മൾ എത്തുമ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എഴുന്നേറ്റ് നിൽക്കാനാവാത്ത ഒരു ജനത, ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ആ സമൂഹത്തെ ഉയർത്തിയെടുക്കുന്നതിൽ സർഗാത്മകമായ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇതായി ഞാൻ എൻ്റെ ഈ പരിപാടി കഴിഞ്ഞ്, നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ പ്രസംഗം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് മനോഹരമായ ഒരു സംഗീത വിരുന്നിനാണ്. മുസ്ലിം ലീഗിൻ്റെ പരിപാടികളിൽ ഇതിനേക്കാൾ മനോഹരമായ സംഗീതവും അതിൻ്റെ സൗന്ദര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിതാ നമ്മളെ ലോയേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ അവരോടൊക്കെ തെക്കൻ മേഖലകളിൽ, പക്ഷെ മലബാറിൽ മുസ്ലിം ലീഗ് അതിൻ്റെ ഏറ്റവും ശക്തമായ ഇടങ്ങളിൽ സർഗാത്മകമായ ഒരു ഇടം കൂടി ഉണ്ടായിരുന്നു. താളാത്മകമായ മാപ്പിളയുടെ ജീവിതം ഉണ്ടായിരുന്നു. നിങ്ങൾ കോഴിക്കോടിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് പോയാൽ, മലപ്പുറത്തിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് പോയാൽ, ഇതാ വടകരയുടെ, നിങ്ങളുടെ പ്രസിഡന്റിനൊക്കെ നാട്ടിലേക്ക് പോയാൽ അവിടെയൊക്കെ ഒരു സംഗീതാത്മകമായ ഒരു ഇടം ഉണ്ടായിരുന്നു. ലീഗ് അങ്ങനെ ഒരു ഊഷരത കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. മുഹമ്മദ് റഫിയും മന്നാടയും മുകേഷും സൈകളും തലത്ത് മഹമ്മൂദും ഗുലാമലിയും അങ്ങനെ പങ്കജുദാസും ഒക്കെ ഇങ്ങനെ തിമർക്കുന്ന അവരുടെ ഓരോ കോഴിക്കോടിൻ്റെ ഇടപെടലുകളിലും ഈ പാട്ടുകൾ ഇങ്ങനെ നിന്നിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ സൂഫി സംഗീതം എന്ന് പറയുന്നത് വ്യാപകമായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ട് ഒരു പാട്ടുണ്ട്, ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് എന്ത് രസം എന്ന് പറയുന്ന ഒരു പാട്ട്. വലിയ വിവാദമാണ്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ മതപ്രഭാഷണം വരെ ഞാൻ ഈ അടുത്ത് കേൾക്കുകയുണ്ടായി. പക്ഷേ സൂഫി സംഗീതത്തിന് യഥാർത്ഥത്തിൽ അമീർ ഖുസ്രുവാണ് ഈ സംഗീതത്തെ കൊണ്ടുവരുന്നത്. പക്ഷെ സൂഫി സംഗീതം ഗസലിൽ നിന്ന് വന്നതാണ്. യഥാർത്ഥത്തിൽ സൂഫി സംഗീതത്തിലേക്ക് ഗസലിൽ നിന്ന് വരുന്ന ഒന്നാണ്. പക്ഷേ ഈ ഗസൽ അല്ലെങ്കിൽ ഈ പാട്ടുകൾ ഇത് എങ്ങനെ വന്നതാണ് നിങ്ങൾക്കറിയോ? എവിടുന്നാണ് ഉണ്ടായത്? ഹസ്രത്ത് മൊഹാനിയാണ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ നേതാവ്, സ്ഥാപക നേതാവ്. ഞാനിപ്പോൾ വരുമ്പോൾ നേരത്തെ ബഷീർക്ക ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് വണ്ടിയിൽ പാട്ടിട്ടപ്പോൾ ഞാൻ പറയായിരുന്നു അവരോട്, ചുപ്കെ ചുപ്കെ രാത് ദിൻ അസൂൻ ബഹാന യാദ് ഹേ. മനോഹരമായ ഗുലാമലിയുടെ പാട്ടാണ്. നിക്കാഹിലെ ഇപ്പോഴത്തെ കുട്ടികൾ പലരും കേൾക്കുന്ന അതിമനോഹരമായ ഗുലാമലിയുടെ വരികളുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പരിപാടിക്ക് വരുന്നതായതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ഈ പാട്ട് എവിടുന്നാണ് നിങ്ങളറിയോ? മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഹസ്രത്ത് മൊഹാനിയുടെ വരികളാണ്. മുസ്ലിം ലീഗിന്. അപ്പോൾ നമ്മളെ നാട്ടിലെ പാലോളി മുഹമ്മദ് കുട്ടിക്ക് വേദാറാവും, അതന്നല്ലേ ഞാൻ പറഞ്ഞതെന്നാണ്. പക്ഷേ അത് 947 മുമ്പുള്ള കേസാണ്. 947 മുമ്പ് കേരളത്തിലെ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതാവിൻ്റെ പേര് മുഹമ്മദ് അലി ജിന്ന എന്നായിരുന്നു. അപ്പോൾ ആ കണക്ക് പറഞ്ഞാൽ അത് വേറെ പറയാം, ആ വിഷയമല്ല ഞാൻ പറയുന്നത്. പക്ഷേ
അതിമനോഹരമായ പാട്ടുകൾ, ഒന്നും ചെറിയ ചെറിയ വരികൾ മാത്രമല്ല, വളരെ മനോഹരമായ വരികൾ. ഇൻകുലാബ് എന്ന് പറയുന്ന വാക്കുണ്ടാക്കിയത് ഹസ്രത്ത് മൊഹാനിയാണ്. നിങ്ങൾ ഹസ്രത്ത് മൊഹാനിയെക്കുറിച്ച് മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് സ്ഥാപിച്ച ഹസ്രത്ത് മൊഹാനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പകുതി ആയുസ് ജയിലിൽ കഴിഞ്ഞ ആളാണ്. റോഷൻ ജമാലി യാദ്ഹെ നിങ്ങൾ കുട്ടികൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. അതിമനോഹരമായ ആ സംഗീതം ഹസ്രത്ത് മൊഹാനി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് അധ്യക്ഷൻ്റെ, സ്ഥാപകൻ്റെ വരികളാണ്. ആബിദ പർവീൺ പാടുന്ന, ഉസ്താദ് മെഹദി ഹസൻ പാടുന്ന അതിമനോഹരമായ ഗസലുകൾ. സംഗീതാത്മകമായ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ സംഗീതാത്മകമായ ഒരു രീതി. 957 മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ സമ്മേളനം ആരംഭിക്കുന്നത് ഇവിടെ നടന്നതുപോലെ സ്വാഗതം പറഞ്ഞിട്ടും അധ്യക്ഷൻ പ്രസംഗിച്ചിട്ടൊന്നുമല്ല. ആദ്യത്തെ സമ്മേളനത്തിൽ ആ മൈക്ക് ഓണാക്കുന്നത് ഉബൈദ് സാഹിബിൻ്റെ പാട്ടോടുകൂടിയാണ്. ഉബൈദ് സാഹിബിൻ്റെ അതിമനോഹരമായ ജയഘോഷം ഇസ്ലാം സിന്ദാബാദ്, എങ്കൽ കലങ്കാരം ദീൻ സിന്ദാബാദ്, ലീഗ് ലീഗ് സിന്ദാബാദ് എന്ന് പറയുന്ന പാട്ടോട് കൂടിയിട്ടാണ് ലീഗിൻ്റെ ആദ്യത്തെ സമ്മേളനം, ചരിത്രത്തിൽ ആദ്യത്തെ സമ്മേളനം ആരംഭിക്കുന്നത്. ഞാൻ പറയണത് മുസ്ലിം ലീഗിന് വളരെ മനോഹരമായ സംഗീതാത്മകമായ ഒരു ജനതയുടെ വികാര വിചാരങ്ങളെ മുഴുവൻ അഡ്രസ്സ് ചെയ്യുന്ന എം.എ. കൽപ്പറ്റയെ പോലെ ബാഫക്കി തങ്ങളെക്കുറിച്ച് ഏറ്റവും മനോഹരമായി നമ്മൾ ഓർക്കുന്ന വരികൾ ഏതാണ്? ഏറ്റവും എ.വിയുടെ മനോഹരമായ ഇസ്സത്തേറും ജുബ്ബ തലയിൽ കെട്ടുവേഷമേ ഇനി എന്ന് കാണും ചന്ദ്രമുഖം ആ പ്രകാശമേ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായ വരികളുണ്ട്. CH-നെ കുറിച്ച് പാടിയിട്ടുണ്ട്. പുലിക്കോട്ടുള്ള ഹൈദർ സാഹിബിനെ പോലെ. അതിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, വടകരയിലെ താഴെയങ്ങാടി മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരിടമാണ്. ബി പോക്കർ സാഹിബ് അവിടെ മത്സരിച്ചു. CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അസൈൻമെൻറ്റ് വടകര താഴെയങ്ങാടിയിൽ പോക്കർ സാഹിബിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഓഫീസ് ചുമതലയായിരുന്നു. ആ താഴെയങ്ങാടിയിൽ അന്നത്തെ കാലത്ത് എവറസ്റ്റ് ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബ് ഉണ്ടായിരുന്നു. വർദാൻ അബ്ദുറഹിമാൻ കൈയുടെ ഒരു എവറസ്റ്റ് ക്ലബ്ബ്. ഞാൻ കുട്ടികളോട് എല്ലാവരോടും പറയട്ടെ, മലയാളത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ തുടക്കമുണ്ടാവുന്നത് ബാബുക്കയുടെ ഇടപെടലുകളിലാണ്, ബാബുരാജിൻ്റെ ഇടപെടലുകളിലാണ്. ആ ബാബുരാജ് ആ ഹിന്ദുസ്ഥാനി സംഗീതം തുടങ്ങുന്നത്, ആരംഭിക്കുന്നത്, പഠിക്കുന്നത് എവറസ്റ്റ് അബ്ദുറഹിമാൻ കൈയുടെ എവറസ്റ്റ് ക്ലബിൽ നിന്നാണ്. വർദാൻ അബ്ദുറഹിമാൻ കൈയുടെ അവിടെ ചാന്ത് ഭാഷ വരുമായിരുന്നു, എരഞ്ഞോളി മൂസ വരുമായിരുന്നു, PT വരുമായിരുന്നു. അവിടെയായിരുന്നു ബാബുക്കയും ഉണ്ടായിരുന്നത്. താളാത്മകവും സംഗീതാത്മകവുമായ ഒരു രീതി ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ്. ഞാൻ പുതിയ തലമുറയിലെ കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ മുസ്ലിം ലീഗിനെ ഊഷരമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ മാത്രമല്ല, ഒരു ജനതയുടെ എല്ലാവിധത്തിലുമുള്ള സാംസ്കാരികവും ചലനാത്മകവുമായ ഇടപെടലുകളിൽ ലീഗ് ഉണ്ടായിരുന്നു. പതറാതെ ലീഗിന് നിൽക്കാൻ കഴിയുന്നത്, ഒട്ടും ആശങ്കകളും പ്രയാസങ്ങളുമില്ലാതെ ലീഗിന് നിൽക്കാൻ കഴിയുന്നത് കൃത്യതയും വ്യക്തതയുമുള്ള കാഴ്ചപ്പാടുകൾ കൊണ്ടാണ്. ആ കാഴ്ചപ്പാടുകൾ എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ KMCCയുടെ ആളുകൾ ഇവിടെ ഈ പാട്ടൊക്കെ സംഘടിപ്പിച്ച് കുട്ടികളുടെ മനോഹരമായ ചിരിക്കാൻ മറന്നുപോകുന്ന, നേരത്തെ നിങ്ങളുടെ റഹീം സാഹിബ് പറഞ്ഞ പോലെ ചിരിക്കാൻ മറന്നുപോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആളുകളൊക്കെ കാണുന്നുണ്ടല്ലോ. നമ്മളെ മുഖ്യമന്ത്രിനെ കണ്ടാൽ തന്നെ അറിയാമോ ചിരിക്കണമെങ്കിലുള്ളൊരു ബുദ്ധിമുട്ട് എത്രയാണെന്ന് അദ്ദേഹം നന്നായിട്ട് ചിരിക്കുന്ന. ഈ സയൻസിൽ പറയുന്നത് മനുഷ്യനെക്കുറിച്ച് ചിരിക്കുന്ന ജീവി എന്നാണ്. മൃഗങ്ങൾ ചിരിക്കാറില്ല, മൃഗങ്ങൾ ഇളിക്കാറാണ്. മനുഷ്യൻ ചിരിക്കണം എന്നാണ്. ചില ആളുകൾ ഇക്കിളിയാക്കിയാൽ വരെ ചിരിക്കൂല എന്നുള്ളതാണ്. ഞാൻ KMCCക്കാരോടൊക്കെ പറയാറുണ്ട്, ഭാരവാഹി ആവുന്ന ഇപ്പം നമ്മളെ നാട്ടിൽ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ കണ്ടില്ല നിങ്ങൾ, എമ്മാതിരി ചിരിയാണ്. പിന്നെ ജയിച്ചാൽ പിന്നെ ആ ചിരി 5 കൊല്ലത്തേക്ക് ഉണ്ടാവില്ല എന്നാണ്, അതുവരെയുള്ള ചിരി ഉണ്ടാവുള്ളൂ എന്നാണ്. ചിരിക്കുക എന്ന് പറയുന്നത് മനോഹരമായ ഒരു പ്രക്രിയയാണ്, എല്ലാവർക്കും പറ്റേണ്ട കാര്യമാണ്. നിങ്ങളിവിടെ കുട്ടികളെ കൊണ്ട് ചിരിപ്പിക്കുന്നു. ആ ചെറിയ കുട്ടികൾ നേരത്തെ എന്ത് രസമായിട്ടാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഓർമ്മകൾ നിൽക്കുന്ന മനോഹരമായ ഒരു ചടങ്ങായിരിക്കാം നമ്മളുടെ മുമ്പിൽ അവർ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്, നല്ല പാട്ടുകൾ പാടുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പ്രവാസ ലോകത്ത് വരക്കാൻ കഴിയുന്നവർ, എഴുതാൻ കഴിയുന്നവർ, പാടാൻ കഴിയുന്നവർ,
ഒരാളെയും നിങ്ങൾ വിടാതെ നിങ്ങളുടെ ശ്രദ്ധയിൽ അവരൊക്കെ ഉണ്ടാവണം. നമ്മളുടെ മക്കൾ വർണ്ണാഭമായി അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാൻ. ക്രിയേറ്റീവായിട്ട് ഇടപെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇപ്പോൾ അതില്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിൽ വലിയ വിവാദം ഉണ്ടായി കഴിഞ്ഞ ആഴ്ചയിൽ. എന്തായിരുന്നു വിവാദം? AI ബന്ധപ്പെട്ടാണ്. AI ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ നാട്ടിൽ ചില ചർച്ചകളുണ്ടായി. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ ലോകത്ത് നിങ്ങൾ എത്രമേൽ ശ്രദ്ധിച്ചു? എത്ര ആളുകൾ? കുറേ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ഗോവിന്ദൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, MP ഗോവിന്ദൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടായിരിക്കാം. പക്ഷേ അത് പറയാനുള്ള ചില കാരണങ്ങളുണ്ട്. എന്താ കാര്യം എന്നറിയോ നിങ്ങൾ? കഴിഞ്ഞ ആഴ്ചയിൽ സാങ്കേതിക ലോകത്ത് സമീപകാലത്ത് വലിയ വിപ്ലവം ഉണ്ടായിട്ട് നമുക്കറിയാം. അതിലേതാണൊന്ന് ഒരു വിപ്ലവം? നിങ്ങളൊക്കെ ഗൂഗിൾ ഉപയോഗിക്കുന്നവരാണ്. നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകൾ, നമ്മളുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നത് ഗൂഗിളാണ്. ഒരു അഹങ്കാരമാണ് ഗൂഗിൾ ഉള്ളത് കൊണ്ട് പറയും, അതെനിക്കറിയാം, എത്ര ദൂരം, എന്താ വിവരം എനിക്കറിയാമെന്നാണ്. പക്ഷേ സാങ്കേതിക ലോകത്ത് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ, വർഷങ്ങളിൽ അവിടെ നിന്നും നമ്മൾ മുമ്പോട്ട് പോയി ChatGPTയിലേക്ക് വന്നു. ChatGPT എന്താണ്? ഒരു ഇൻഫർമേഷൻ അല്ല, അതൊരു അറിവിൻ്റെ ലോകമാണ്. AI ആണ്. ChatGPT എന്ന് പറയുന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഏറ്റവും ആധികാരികമായി സമഗ്രമായി മറുപടി പറയുന്ന ഒന്നാണ്. ഗൂഗിളൊക്കെ കുട്ടികൾ വിട്ടു, ChatGPTയിലേക്ക് പോയി. എന്താ ChatGPTയിൽ അറിയേണ്ടത്? നിങ്ങൾക്കൊരു സിനിമ വേണമോ? നിങ്ങൾക്ക് പറയാം, ഞാൻ CH മുഹമ്മദ് കോയ സാഹിബിനെ കുറിച്ച് ഒരു സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്കൊരു തിരക്കഥ തരാമോ? എനിക്കൊരു തിരക്കഥ തരാമോ? ChatGPT തിരക്കഥ തരും. എത്ര പേജ്, എത്ര സീൻ ChatGPT നിങ്ങൾക്ക് തരും. നിങ്ങളുടെ മക്കൾ ഒരു റിസർച്ച് നടത്തുകയാണോ? ഒരു യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് നടത്തുകയാണ്, മലബാറിലെ ഏതെങ്കിലും ഒരു പുരോഗമനമായ വിവരത്തെക്കുറിച്ച് റിസർച്ച് നടത്തുകയാണ്. ഉടൻ നിങ്ങൾ ചോദിക്കുന്നു, ChatGPTയോട് മറുപടി തരും. അതായിരുന്നല്ലോ ChatGPT. പക്ഷെ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 2-3 ആഴ്ചയിൽ ലോകത്തുണ്ടായ മാറ്റം അതല്ല. ChatGPTക്ക് പകരം ChatGPTയെ അതിൻ്റെ കുറെ കൂടെ അഡ്വാൻസ്ഡായി 03 വന്നു. നിങ്ങൾക്കറിയാമല്ലോ, ChatGPTയും 03യും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ പ്രോസസ്സിൻ്റെ വ്യത്യാസമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു AIയോട്, ChatGPTയോട് ഒരു വിവരം ചോദിച്ചാൽ ഏകദേശം ഒരു പല ഇടങ്ങളിൽ നിന്ന് നടക്കുന്ന പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ ഇൻഫോർമേഷൻസ് സ്വീകരിച്ചു വച്ചിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുള്ള പ്രോസസ്സാണ് നിങ്ങൾക്ക് ഉത്തരമായി വരുന്നത്. എന്നാൽ 03 വരുന്നതോടുകൂടെ സംഭവിക്കുന്നത് അതിൻ്റെ മൾട്ടിപ്പിളാണ്. എത്രയോ ഇരട്ടി ഇടങ്ങളിലെ പ്രോസസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഉത്തരം തരുന്നത്. ലോകത്ത് അതിശക്തമായ വിവാദങ്ങൾ സമീപകാലങ്ങളിൽ നടക്കുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ ഒരു ലോകത്ത്, ഇവിടെ ഈ ChatGPTയുമായും അല്ലെങ്കിൽ പുതിയ AI ബന്ധപ്പെട്ട വലിയ വലിയ വിവാദങ്ങൾ ഈ അടുത്ത കാലത്ത് കുറേ വന്നു. കോടികളാണ്, $1 ട്രില്യൺ അമേരിക്ക ഇതിൽ മുടക്കിയിരിക്കുന്നത്. സാം ആൽട്ടമാനാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ OpenAIയുടെ CEO ആവുന്നു. അദ്ദേഹത്തെ മാറ്റാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ കുറേ വിവാദങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അമേരിക്കയുടെ കോടി രൂപ മുടക്കുള്ള ChatGPT അടക്കമുള്ള AIയിൽ വളരെ അപ്രതീക്ഷിതമായി ചൈന ഇടപെടുകയാണ്. ചൈനയുടെ സാങ്കേതികമായ ഇടപെടലുണ്ടായി. അതാണ് കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ വിവാദം അല്ലെങ്കിൽ ഇഷ്യൂ എന്ന് പറയുന്നത്. ചൈനയുടെ ഒരു ചാറ്റ് ബോട്ട് വന്നു, DeepSeek എന്നാണ് അതിൻ്റെ പേര്. എല്ലാത്തിനും ചൈന, നമുക്കറിയാലോ, ലോകത്ത് നടക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് ജപ്പാനോ അമേരിക്കയോ എന്ത് കണ്ടുപിടിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് ചൈനൻ്റെ കോപ്പി ഇറക്കും. ChatGPTയുടെ കോപ്പി ഇറങ്ങി. എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ ആപ്പിൾ ഫോണിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്തെടുത്തത് DeepSeek ആണ്. ഒരൊറ്റ ദിവസം $600 ബില്യൺ അമേരിക്കയിലെ കമ്പനികൾക്ക് നഷ്ടമായി. $1 ട്രില്യൺ നഷ്ടമായി. ഇന്ന് ബജറ്റിലൊരു വലിയ തമാശയുണ്ട്. AIയുടെ വികസനത്തിന് നമ്മളെ കേരളം 10 കോടി ഉറുപ്പ്യ ചെലവാക്കിയത്രേ. എന്നുവെച്ചാൽ AI നടക്കുന്നിടത്ത് കടല വിൽക്കാനുള്ള പൈസ കൂടി ഇതില്ല.
ഈ 10 കോടി റുപ്യ. എന്താണെന്ന് മനസ്സിലാവാത്ത ഒരു ഗവൺമെൻറ്റിനും അതിൻ്റെ പാർട്ടി സെക്രട്ടറിയാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് AI 10 കോടി റുപ്യ. ഒരു തമാശയാണ്. പക്ഷെ ലോകത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന മഹാത്ഭുതങ്ങളിൽ ചൈനയുടെ ഡീപ് സീക്ക് വന്നു. ചൈന വന്നപ്പോൾ ഗോവിന്ദ മാഷ് വന്നു. ചൈനൻ്റെ കാര്യത്തിൽ പിന്നെ ഒരു ഭയങ്കര പ്രശ്നമാണല്ലോ. ഗോവിന്ദ മാഷ് വന്നിട്ട് പറഞ്ഞു, AI എന്ന് പറഞ്ഞാൽ സോഷ്യലിസം വരാനുള്ള പണിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഗോവിന്ദ മാഷ്ക്ക് മനസ്സിലായി അബദ്ധമാണ് സംഗതി, 60% ആളുകളുടെ തൊഴിൽ പോകും. ഞാൻ നിങ്ങളോട് പറയുന്നത് ഗോവിന്ദ മാഷ് പറഞ്ഞ ഈ തമാശയെക്കുറിച്ചല്ല. AI ലോകത്തുണ്ടാക്കുന്ന വലിയ പ്രശ്നമുണ്ട്. എന്തെന്നാൽ ഏറ്റവും അവസാനം ലാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിനകത്ത് നടന്ന ചർച്ച AI ഉണ്ടാക്കാവുന്ന അധാർമികതകളെക്കുറിച്ചാണ്, പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഞാൻ എല്ലാവരോടും പറയുന്നു, മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്ന ടെക്നോളജിയിലേക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോകുന്നത്. മനുഷ്യൻ നിലനിൽക്കണമോ വേണ്ടയോ എന്ന്. നിങ്ങളൊക്കെ തൊഴിലിടങ്ങളിലല്ലേ ഉള്ളത്? ബിസിനസ്സിലല്ലേ? വ്യവസായത്തിലല്ലേ? നിങ്ങളൊരാൾ, നിങ്ങളുടെ ബുദ്ധി, പക്ഷെ നിങ്ങളൊരാൾ നിൽക്കുന്നിടത്ത് നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന 1000 ആളുകളുടെ ബുദ്ധി വെച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന, മൾട്ടിപ്പിളായി ഇടപെടാൻ കഴിയുന്ന ശക്തിയുള്ള AI വരികയാണ്. നിഷേധിക്കാനാവില്ല. ലാവോസിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിനകത്താണ് ഈ ഡിസ്കഷൻ വന്നത്. അങ്ങനെ വന്നാൽ എങ്ങനെ അതിജയിക്കാനാവും? ഇന്ന് ബജറ്റിലെ 10 കോടി റുപ്യ കൊണ്ട് തീരുന്ന പ്രശ്നമല്ല. ഗോവിന്ദൻ മാഷയുടെ പൊട്ടത്തരങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല. ഷംസീൽ പറയുന്നത് പോലെ എന്താണ് ടെക്നോളജിക്കൽ ബൂർഷ്വാസി വരുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് വാചക കസർത്തുകൾ കൊണ്ട് പരിഹരിക്കാവുന്നതും അല്ല ഇത്. ഞാൻ KMCC-ക്കാരോട് പറയുന്നു, ഗൗരവത്തിൽ നമ്മുടെ സമൂഹത്തിനകത്ത് ഏറ്റവും അടുത്ത് ഫലസ്തീൻ ഒരു യുദ്ധം വെടിനിർത്തൽ കഴിഞ്ഞല്ലോ. അവിടെ പോലും AI ടൂളുകൾ അല്ലെങ്കിൽ AI-യുടെ ടൂളുകൾ വരുന്നു എന്ന ഒരു വിഷയം. എന്നാൽ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല. AI-യുടെ വിവരശേഖരണത്തിൻ്റെ ഉറവിടം എന്താണ് എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിക്കിപീഡിയയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിക്കിപീഡിയ എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. നിങ്ങളുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു കലാപം, ഒരു പ്രശ്നം എടുത്ത് പരിശോധിച്ച് നോക്ക്. ഏറ്റവും അവസാനം നടന്ന നാദാപുരത്തെ കലാപം എടുത്ത് പരിശോധിച്ച് നോക്ക്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് അത് ചെക്ക് ചെയ്തിട്ടാണ് പറയണത്. എന്താ പറയണതറിയോ? വിദേശത്ത് നിന്ന് ആയുധം നാട്ടിൽ കൊണ്ടുവന്ന് കുറച്ചാളുകൾ നടത്തിയ കലാപമാണ് ഏറ്റവും അവസാനം നാദാപുരത്ത് നടന്നത് എന്നാണ് വിക്കിപീഡിയ. 2 തവണ ഞാൻ കണ്ടിട്ടുണ്ട് അത് മാറ്റിയത്. നാളെ ചരിത്രത്തിൽ നിങ്ങളും ഞാനും രാഷ്ട്രീയ പാർട്ടിയും KMCC-യും കോൺഗ്രസും ഒക്കെ രേഖപ്പെടുത്തപ്പെടുന്നത് മറ്റുള്ളവർ കൊടുക്കുന്ന തെറ്റായ ഇൻഫർമേഷൻ വഴിയായിരിക്കാം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട KMCC-യുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരോടും സുഹൃത്തുക്കളോടും അനുഭാവികളോടും സകലമായ മനുഷ്യരോടും പറയുന്നത്, ചരിത്രത്തിൽ പിഴവുകളുണ്ടെങ്കിൽ പിഴവായിട്ടു തന്നെ വരട്ടെ, പക്ഷെ അത് സത്യമായിരിക്കും. AI-യുടെ കാലത്ത് നമ്മൾ ഇടപെടേണ്ടി വരുന്നത് ചരിത്രത്തെ തന്നെ മായ്ച്ചു കളയുന്ന ഒരു പോസ്റ്റ് ട്രൂത്തിൻ്റെ കാലത്താണ് AI വരുന്നത് എന്ന ഗൗരവമാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത് എന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത് ഒരു ബാധ്യതയായി ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് ഗൗരവത്തോടെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുകയാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടെ ലീഗ് രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്ത നിർവഹണങ്ങളുടെ ബാധ്യതയുടെ ചരിത്രത്തിൽ എല്ലാ സമയത്തും അതിൻ്റെതായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഒറ്റ കാര്യം നിങ്ങൾ ഓർത്തു നോക്കൂ. നമ്മുടെ നാട്ടിൽ മുസ്ലിം ലീഗിനെ അതിഭയങ്കരമായി എല്ലാവരും സഹായിക്കണമെന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഒരു സാമുദായിക പാർട്ടിയാണ്. നമ്മളെ സഹായിക്കണമെന്നില്ല. ഇപ്പോൾ ഏറ്റവും അടുത്ത് മലപ്പുറത്തുണ്ടായ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പാലൊളി മുഹമ്മദ് കുട്ടിയെ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളെ പോലെ സീതി സാഹിബിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കളവുണ്ട്. എന്താ പറഞ്ഞതെന്നറിയാം ഞങ്ങൾ? അദ്ദേഹം മലപ്പുറത്തെ കുന്നിൻപുറത്ത് സീതി സാഹിബ് പാകിസ്ഥാന് വേണ്ടി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു എന്നാണ്. ഒരു മനുഷ്യൻ പറയുന്ന കളവിൻ്റെ ആഴം നിങ്ങൾ നോക്കണം. 10ാമത്തെ വയസ്സിൽ സീതി സാഹിബിനെ പോലെ ഒരു ദേശസ്നേഹി,
സീതി സാഹിബിനെ പോലത്തെ ഒരു എന്താണ് പറയുന്നത്, ഒരു വിപ്ലവകാരി, ഒരു റിഫോമർ, ആ മനുഷ്യനെ കുറിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായി ഒരു കാലത്ത് നിന്നിരുന്ന സീതി സാഹിബ്, സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലും മുന്നേറ്റങ്ങളിലും കൂടെ നിന്ന് കൊടുത്ത ഒരു മനുഷ്യൻ. ഗാന്ധിജിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നുണ്ട് സീതി സാഹിബ് മനോഹരമായി, അതിമനോഹരമായി. ഗാന്ധിജി പ്രസംഗം കഴിയുമ്പോൾ സീതി സാഹിബിനെ ചേർത്തു പിടിക്കുന്നുണ്ട് തൻ്റെ എല്ലിച്ച ശരീരത്തിലേക്ക്. നമ്മുടെ നേതാവായിരുന്നു സീതി സാഹിബ്, ചേർത്തു പിടിക്കുന്നുണ്ട്. കുമാരനാശാൻ ഒരുപാട് കവിതകൾ എഴുതിയ മനുഷ്യനാണ്, സാമൂഹ്യമായി ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യൻ. പക്ഷെ മുസ്ലിങ്ങളെക്കുറിച്ച് തെറ്റായ തരത്തിൽ കവിത എഴുതിയപ്പോൾ കുമാരനാശാനോട് സീതി സാഹിബ് കത്തെഴുതി പറയുന്നുണ്ട്. കുമാരനാശൻ അത് അംഗീകരിക്കുന്നുണ്ട്. ഇടപെടാത്ത മേഖല ഏതാണ്? ഞാൻ എല്ലാവരോടും പറയണത്, നിങ്ങൾ ഈ തെറ്റുകൾ വിശ്വസിക്കാതിരിക്കുകയും ചരിത്രത്തെ ഓർമ്മിക്കുകയും വേണം. ലീഗ് ഒരു കേവലമായ ഒരു രാഷ്ട്രീയ ഇടപെടലല്ല. എന്തിനാണ് ലീഗ് എന്ന് ചോദിക്കുന്നത്? കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഉണ്ട്, ഈ സ്റ്റേജിലുണ്ട്. ലീഗും കോൺഗ്രസും ഒന്നാണോ? അല്ല, വ്യത്യസ്തമായ വീക്ഷണമാണ്. പക്ഷെ എന്തിനാണ് ലീഗ് കോൺഗ്രസ് പോലെ അങ്ങനെ ഒരുമിച്ച് നിൽക്കാറുണ്ടോ? ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കാറുണ്ട്, പക്ഷെ ഐഡിയോളജിയിൽ വ്യത്യാസമുണ്ട്. ഒറ്റക്കാര്യം ഞാൻ പറയാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ലീഗുമായി തർക്കമുണ്ടാക്കുകയാണ്. വലിയ ഇഷ്യൂസ് ലീഗ് അങ്ങോട്ട് പറയുന്നു, നെഹ്റുജി ഇങ്ങോട്ട് പറയുന്നു. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വ്യക്തിപ്രഭാവത്തിൻ്റെ ഉടമയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. കോഴിക്കോട് കടപ്പുറത്ത് വന്ന് നെഹ്റുവിന് അങ്ങനെയല്ലേ പറയാവൂ, നെഹ്റുവിൻ്റെ ഭാഷയിലെ പരമാവധി ലീഗിനെ ആക്ഷേപിക്കുന്ന വാക്ക് നെഹ്റു പറഞ്ഞു, ലീഗ് ഒരു ചത്ത കുതിരയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടിയുടെ നേതാവാണ് CH മുഹമ്മദ് കോയ സാഹിബ്. CH ആണല്ലോ, നെഹ്റുവിനോടാണല്ലോ പറയുന്നത്. ആ വാക്കുകളുടെ പരമാവധി മാന്യതയിൽ CH മറുപടി പറഞ്ഞു, പണ്ഡിറ്റ് ജി, ഇത് ചത്ത കുതിരയല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. CHന്റെ മറുപടിയാണ്. ലീഗും കോൺഗ്രസും തമ്മിൽ വലിയ തർക്കം. ആ സമയത്ത് പാർലമെന്റിൽ ശരീഅത്ത് പ്രശ്നം വരികയാണ്, വിവാഹ നിയമ ബില്ല്. ആ ബില്ല് വരുമ്പോൾ എല്ലാവരും യെസ് 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 എന്ന് പറഞ്ഞിട്ട് ബില്ലിനെ അംഗീകരിക്കുകയാണ്. ആര്? എല്ലാ മുസ്ലിം MP-മാരും, കോൺഗ്രസിനകത്തുള്ള മറ്റെല്ലാ പാർട്ടികളിലുമുള്ള മുസ്ലിം MP-മാർ യെസ് 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 എന്ന് പറയുകയാണ്. പെട്ടെന്നൊരു മൂലയിൽ നിന്ന് ഘനഗംഭീരമായ ഒരു ശബ്ദം, നോ, ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ശബ്ദം. പാർലമെന്റ് തരിച്ചു നിന്നു. ആരാണത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നോക്കുമ്പോൾ തുർക്കി തൊപ്പി വെച്ച ഒരു മനുഷ്യൻ, ബി പോക്കർ സാഹിബ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ അറിയാലോ, പോക്കർ സാഹിബാണ്, ലീഗാണ്, ഞാൻ എതിർക്കുന്ന പാർട്ടിയാണ്, എന്നോടും മറുപടി പറയുന്ന പാർട്ടിയാണ്. പക്ഷെ നെഹ്റു ഒരു ജനാധിപത്യവാദിയാണ്. നെഹ്റുവിന് ദേഷ്യം തീർക്കാലോ, ഇരിക്കൂ എന്ന് പറയാലോ, ഒരൊറ്റ ശബ്ദത്തെ അവഗണിക്കാലോ. എന്നാൽ ആ മനുഷ്യൻ നെഹ്റു ഒരു മതവിശ്വാസിയല്ല, ഒരു എത്തിസ്റ്റാണ്, നിരീശ്വരവാദിയാണ്. എന്നിട്ട് നെഹ്റു പറഞ്ഞു, ബി പോക്കറിൻ്റെ ശബ്ദം ഈ പാർലമെന്റിനകത്തെ ഒറ്റപ്പെട്ട ശബ്ദമാണ്. എന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ശബ്ദം ബി പോക്കറിൻ്റെ നാവിൻ്റെ തുമ്പിലൂടെയാണ് വന്നത്. അതുകൊണ്ട് ഞാൻ ആ വികാരത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം അവർക്ക് ജനാധിപത്യം എന്തെന്നറിയില്ല. ജനാധിപത്യ ബോധത്തിൻ്റെ ഒരു സൗന്ദര്യം അതാണ്. വിമർശിക്കും, പക്ഷെ അപ്പോഴും ഒരുമിക്കേണ്ടിടത്ത് ഒരുമിച്ച് നിൽക്കും. 987 ഇന്ത്യയുടെ പാർലമെന്റിൽ GM ബനാത്വാല സാഹിബ് ഒരു ബില്ല് കൊണ്ടുവന്നു. എന്താ ബില്ലെന്നറിയുമോ? 947 കട്ട് ഓഫ് ഡേറ്റായി പ്രഖ്യാപിക്കുക, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. അന്ന് ഇന്ത്യയിൽ ക്ഷേത്രങ്ങളുണ്ടോ? ആരുടെ കയ്യിൽ? ഹിന്ദുക്കളുടെ കയ്യിലുള്ള ക്ഷേത്രങ്ങൾ അവിടെ, മുസ്ലിമിൻ്റെ കയ്യിലുള്ള പള്ളികൾ അവിടെ, ഗുരുദ്വാരകൾ അവിടെ, ചർച്ചുകൾ അവിടെ. അങ്ങനെ സ്വാഭാവികല്ലേ, ലീഗ് പോലത്തെ ഒരു ചെറിയ പാർട്ടി
ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഒരു ബില്ല് കൊണ്ടുവന്ന പാസ്സാവില്ലല്ലോ, പാസ്സായില്ല. 1990 കോൺഗ്രസുമായി മുസ്ലിം ലീഗ് ചെറിയ ഒരു സൗന്ദര്യ പിണക്കം, മുന്നണിയിൽ നിന്ന് ലീഗ് ഇറങ്ങിപ്പോന്നു, കോൺഗ്രസിനെ വിട്ടു വന്നു. 1990 എന്താ ഉണ്ടാവുന്നത്? 1990 തെരഞ്ഞെടുപ്പ് വരികയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കോൺഗ്രസിന് മുസ്ലിം ലീഗിൻ്റെ കൂടെ നിൽക്കണം എന്നാണ് ഇഷ്ടം. ലീഗിനും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കലാണ്. കാരണം രണ്ടും ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ചർച്ചകൾ തുടങ്ങി. ലീഗ് ഒരു ഡിമാൻഡ് വെച്ചു. എന്താ ഡിമാൻഡ്? അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലം ലീഗിന് വേണമെന്നല്ല, ഒരു സീറ്റ് കൂടെ വേണമെന്നല്ല, നിയമസഭയിൽ കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നല്ല. ലീഗ് പറഞ്ഞു 1987 GM ബനാത്ത് ബാല സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്ന ബില്ല് ഔദ്യോഗിക ബില്ലായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരണം. കോൺഗ്രസ് പറഞ്ഞു ആലോചിക്കണം. 2-3 ദിവസം കഴിഞ്ഞു, വീണ്ടും ചർച്ചയ്ക്കിരുന്നു. കോൺഗ്രസ് പറഞ്ഞു ശരി, അത് ആവശ്യമാണ് ഇന്ത്യക്ക്. പക്ഷെ ഒരു കാര്യം, ബാബരി മസ്ജിദിന്റെ പേരിൽ നിരവധി തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് ബാബരി മസ്ജിദിനെ മാറ്റി നിർത്തി ബാക്കിയുള്ള എല്ലാ ആരാധനാലയങ്ങളും സമ്മതിച്ചു ലീഗ്. നിങ്ങൾക്കറിയാമല്ലോ, 1990 അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഞാനൊക്കെ ഒന്ന് വണ്ടിയിൽ ഇങ്ങനെ അനൗൺസ് ചെയ്തു പോകുന്ന സമയമാണ് പെട്ടെന്ന് ഇന്ത്യയിലെ മനുഷ്യരുടെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു ദുരന്തം നമ്മൾ കേട്ടു. ശ്രീപെരുമ്പുതൂരിൽ വെച്ച് ഇന്ത്യയുടെ സൗന്ദര്യമായിരുന്ന, ഇന്ത്യയുടെ കരുത്തായിരുന്ന, ഇന്ത്യയുടെ ഏറ്റവും പ്രതിഭാധനനായിരുന്ന രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ, രാജീവ് ഗാന്ധി എന്ന മനുഷ്യൻ കൊല്ലപ്പെട്ടു. ആവേശത്തിൽ പോയ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പീക്കിൽ നിന്ന് വിഷാദത്തിലേക്ക് ഇറങ്ങി. രാജ്യത്തിന് മുന്നോട്ട് പോകണമല്ലോ, തെരഞ്ഞെടുപ്പ് വീണ്ടും പ്രഖ്യാപിച്ചു, തീരുമാനിച്ചു, പ്രചരണങ്ങൾ ഉഷാറായി. കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു. നമുക്ക് വാക്ക് തന്ന രാഹുൽ ഗാന്ധി ഇല്ല, രാജീവ് ഗാന്ധി ഇല്ല. പക്ഷെ എന്നിട്ടും 1991 കട്ട് ഓഫ് ഡേറ്റ് വന്നു, ഒരു ബില്ലായി. എന്തിനാണ് മുസ്ലിം ലീഗ് എന്ന ചോദ്യമില്ലേ? എന്തുകൊണ്ടാണ് കോൺഗ്രസും മുസ്ലിം ലീഗും പരസ്പരം ജനാധിപത്യപരമായി നിൽക്കുന്നത് എന്ന പോരാട്ടമില്ലേ, ചോദ്യങ്ങളില്ലേ? പറയാൻ, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഒരാളാണെങ്കിലും കൊക്കിൽ ശ്വാസമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നോ എന്ന് പറയാൻ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉയരേണ്ട ശബ്ദത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതൊരു ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ആ ബാധ്യതയാണ് കാലാകാലങ്ങളിൽ നിർവഹിച്ചു വന്നത്. ആ ബാധ്യതയാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ചരിത്രപരമായി എവിടെയാണെങ്കിലും ആ ഉത്തരവാദിത്തങ്ങളെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഓരോ ഘട്ടങ്ങളിൽ ലീഗ് രാഷ്ട്രീയ പാർട്ടി കടന്നു വന്ന വഴികളിൽ അതിൻ്റെ നേര് ധാർമ്മികതയുടെ വിഷയങ്ങളിൽ രാജ്യത്തെ കുട്ടികളെ അധാർമികതയിലേക്ക് നയിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് പറ്റില്ല. ഇപ്പോൾ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങൾ. മുസ്ലിം ലീഗിന് അതിൻ്റെ MP-മാർ, അതിൻ്റെ മന്ത്രിമാർ, അതിൻ്റെ MLA-മാർ, ഇടപെടുന്നവർ, ജനാധിപത്യപരമായ പരിശോധന. ഇപ്പോൾ നാട്ടിൽ വ്യാപകമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ വിജയരാഘവൻ, വർഗീയ രാഘവൻ എന്ന് വിളിക്കുന്ന വിജയരാഘവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കുട്ടികൾ വിദേശത്ത് പോകരുത്, കേരളത്തിൽ നിന്ന് തന്നെ പഠിക്കണം. എനിക്ക് മനസ്സിലാവണില്ല, അങ്ങനെ വാശി പിടിക്കാനുള്ള ഏതു തരം വിദ്യാഭ്യാസപരമായ ക്വാളിറ്റിയിലാണ് നാടുള്ളത്? നമ്മൾ മലയാളികളുടെ ഒരു ഗീർവാണം പറച്ചിൽ മാത്രമല്ലേ, നമ്മൾ പിന്നെ ബഡായിൽ കുറയില്ല എന്നുള്ളതുകൊണ്ട് പറയാണല്ലോ പലപ്പോഴും. ഇപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊരു വലിയ ബഡായി ആണല്ലോ, ദൈവത്തിൻ്റെ സ്വന്തം നാട്, പിന്നെ വേറുള്ളതൊന്നും ദൈവത്തിനുള്ളതല്ലേ, ഒരു വിടലാണ്. ആ കൂട്ടത്തിൽ പറയുന്നൊരു വർത്താനാണ് കേരളം വിദ്യാഭ്യാസപരമായി. കേരളം എന്ന് പറയുന്നത് അന്യ സ്റ്റേറ്റുകളുമായി പരിശോധിച്ചാൽ പോലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ചു നിൽക്കാൻ ആവാത്തവണ്ണം തകർന്നിരിക്കുന്നു. കാരണം എന്താണ്? അമിതമായ ക്യാമ്പസുകളിലും അക്കാഡമിക്കലായുമുള്ള രാഷ്ട്രീയവൽക്കരണമാണ് കാരണം. മുസ്ലിം ലീഗിന് എത്ര വലിയ സ്വപ്നമാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി, എത്ര യൂണിവേഴ്സിറ്റികൾ. പക്ഷെ എന്താ സ്ഥിതി? ആ യൂണിവേഴ്സിറ്റികൾക്കകത്ത് കൊണ്ടുവന്നിട്ടുള്ള ഇടപെടലുകളുടെ അവസാനം ഒറ്റ കാര്യം ഞാൻ പറയാം, പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2014 കേരളത്തിലെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ +2 സിലബസ് ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്നറിയാം? 2014 ഈ സിലബസിനകത്ത് പറയുന്ന ഡയലോഗ് നിങ്ങളുടെ മക്കൾ പഠിക്കുകയാണ്. അതിനകത്ത് പറയാണ്
എന്ത് 2020 4G വരും, 3G വരും 2014. ഈ 2025 നമ്മുടെ മക്കൾ പഠിക്കുകയാണ്. ലോകം എവിടെയുള്ളത്? 4G 3G ഇല്ല. സൂപ്പർ ഇന്റലിജൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകം. ആ സമയത്ത് നമ്മളെ മക്കൾ ഈ കുട്ടികൾ ഇതും പഠിച്ചിട്ട് ലോകത്ത് എവിടെ ചെന്ന് രക്ഷപ്പെടാനാണ്? വിജയരാഘവന്റെ ഭാര്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നതുകൊണ്ട് ആ വിവരക്കേടിന്റെ കൂടെ നിന്ന് കൊടുക്കാൻ മക്കളെ വിട്ടുകൊടുക്കണോ? ഞാൻ നിങ്ങളോട് പറയുന്നത്, രാഷ്ട്രീയ ഏതു തരത്തിലുള്ള സെന്റിമെന്റ്സും ആവാം, പക്ഷേ അതൊരു തലമുറയുടെ ജീവിതം വെച്ച് കളിക്കുന്നതാവരുത്. അങ്ങനെ ആവരുത്. നമ്മൾ രാഷ്ട്രീയപരമായ പോരാട്ടങ്ങൾക്കിടയിൽ തകർത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കൂടിയാണ്. അപകടകരമാവിധം. ഇടക്കാലത്ത് എനിക്കറിയാം എത്ര പൊതുവിദ്യാഭ്യാസ രംഗത്ത് എത്ര മികച്ച മുന്നേറ്റം ഉണ്ടായി. ഞാൻ 10 വർഷക്കാലം അഴീക്കോടിലെ MLA ആയിരുന്ന ആളാണ്. ഒരു ഗവൺമെന്റ് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ബഹുമാനം, ആദരവ്, ഇഷ്ടമുണ്ടാവാറുണ്ട്. പക്ഷേ ആ സ്കൂളുകളിൽ നിന്ന്, വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ചെറുതല്ല. ഇടക്കാലത്ത് ജീവൻ വച്ചിരുന്ന ആ വിദ്യാഭ്യാസം ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് തകർന്നു തരിപ്പണമായി. ഉത്തരവാദിത്ത ബോധമില്ലാത്ത തലത്തിലേക്ക് വന്നു. അമിതമായ രാഷ്ട്രീയ ഇടപെടലുകൾ കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, വിദ്യാഭ്യാസ അന്തരീക്ഷത്തെ തകർത്തു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, ഇന്ന് വന്നിട്ടുള്ള ബജറ്റ് പോലും, നമ്മുടെ നാട്ടിലെ ബജറ്റ് വന്നു, ഞാൻ പ്രാഥമികമായി ഒന്ന് പരിശോധിച്ചു നോക്കി. എന്തൊരു അസംബന്ധമാണ് വന്നിരിക്കുന്നത്. നികുതികളെ കൂട്ടിയതും വില വർധനവും ഒന്നും ഞാൻ പറയണില്ല. പക്ഷെ രസമുള്ളൊരു വാക്കുണ്ട്. എന്താ അറിയാം ഞങ്ങള്? കേരളത്തിൽ 4 ജില്ലകളിൽ IT പാർക്ക് വരാൻ പോവാത്രേ. UAE അതിമനോഹരമായ ഒരു IT മികവിന് വേണ്ടി കേരളത്തിൽ ഒരുങ്ങി തയ്യാറായി നിന്ന, കേരളത്തിൽ ഒരു വില്ലേജ് തന്നെ ഓർക്കണം നിങ്ങൾ. ആ UAE കമ്പനിയെ കേരളത്തിൽ നിന്ന് കെട്ടിച്ചു പറഞ്ഞയച്ച സർക്കാർ 4 ജില്ലകളിൽ ഇനി ഇത് തുടങ്ങുന്ന പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. സ്മാർട്ട് സിറ്റി പോയി, കഴിഞ്ഞ 2-3 മാസം മുമ്പാ പോയത്. എന്നിട്ട് ബജറ്റിൽ ഉൾപ്പില്ലാതെ പറയാണ് ഞങ്ങൾ ഈ IT രംഗത്തെ ഉഷാറാക്കാൻ വേണ്ടി പോവാണ്, ഞങ്ങൾ എന്നിട്ട് അതിനേക്കാൾ രസമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു. എന്താ ഞങ്ങൾ കെ ഹോം വരാൻ പോവാത്രേ. ഒഴിഞ്ഞു കിടക്കുന്ന പ്രവാസികളുടെ വീട് വിദേശത്തു നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾക്ക് കൊടുക്കുന്നതാണ്. എല്ലാവരും വീട് പൂട്ടിപ്പോന്നോളി സർക്കാർ പറയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിലുള്ള അതിശയം എന്താണ്? ഇപ്പോഴും വയനാട് പോലുള്ള ടൂറിസം മേഖലകളിൽ ഒഴിഞ്ഞു കിടക്കുന്ന പ്രവാസികൾ അവരുടെ വീട് ഹോം സ്റ്റേക്ക് കൊടുക്കുന്നുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഒരു ഗവൺമെൻറ് അതിന് പേരിട്ടിരിക്കുകയാണ് കെ ഹോം. അപ്പം ഈ കെ ഒരു വീക്ക്നെസ്സാണ്. എന്താണ്? കെ റെയിൽ എവിടെ എത്തിയെന്നറിയില്ല, കെ ബസ് എയിലെ പോയി എന്നറിയില്ല, കെ ഫോണ് എന്തായി എന്നറിയില്ല, കെ എന്താണ് വേറെ ഒരുപാട്, കെ ക്യാമറ പൈസ അടിച്ചു മാറ്റിയ വേറെ അല്ലാതെ വേറൊന്നും നമുക്കറിയില്ല. ഇപ്പം കെ ഹോം. ഈ കെ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വിചാരിച്ച്? ഇപ്പം ബോംബെയിലൊക്കെ D കമ്പനി ഉണ്ട്. കേരളത്തിൽ കെ എന്ന് പറയുന്നത് കക്കാനുള്ള കമ്പനി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വിദേശത്തുള്ള ആളുകളുടെ വീടിൻ്റെ പേരിലും കക്കാൻ പോവാടുന്നതാണ്. വേറെ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നതല്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയണത്, ബജറ്റ് വരുമ്പോൾ പ്രതീക്ഷയല്ല, നിരാശയുണ്ടാവുന്നു എന്നതല്ല വിഷയം. ഒരു ഗവൺമെൻറ്റിന് ഒരു രാജ്യത്തെ എങ്ങനെ നയിക്കണം എന്നതിൽ ഒരു കാഴ്ചപ്പാടില്ലാതെ പോകുന്നു എന്നതാണ് പ്രശ്നം. ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഗവൺമെൻറ് സമീപകാലത്തെടുത്തിട്ടുള്ള ഓരോ തീരുമാനങ്ങളെയും മക്കളുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഭൂനികുതി കൂട്ടിയെന്ന് പറയുന്നു. മനുഷ്യരുടെ നിത്യോപയോഗ ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് രൂപയുടെ വിലയിടിവിൽ വലിയ പ്രയാസമുണ്ട്. 86 രൂപയാണ് ഡോളറിൻ്റെ റേറ്റ്. അപ്പം നിങ്ങൾ പ്രവാസികൾക്ക് എന്തൊരു സന്തോഷമാണ്. ഇപ്പം നാട്ടിലേക്ക് അയക്കണ പൈസ നല്ല കൂടിയെന്നല്ല നിങ്ങൾ വിചാരിക്കണത്. പക്ഷെ ആത്യന്തികമായി അതൊരു രാജ്യത്തിന് ഗുണമുള്ള കാര്യമല്ല. നിങ്ങൾക്കിപ്പോൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, കാരണം റിയാലിന് റേറ്റ് കൂടിയിട്ടുണ്ട്. പക്ഷെ നാട്ടിലെ ഭൂമി, നാട്ടിലെ വ്യവഹാരം, നാട്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഗുണപരമല്ല. ഇന്ന് ഒമാനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒമാൻ ലോകത്തെ സമ്പദ് വ്യവസ്ഥയിൽ നോട്ടടിസ്ഥാനത്തിൽ ലോകത്തിലെ 3ാമത്തെ രാജ്യമായി മാറിയിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്ത വന്ന ദിവസമാണിന്ന്. ഈ ദിവസത്തിലാണ് വന്നത്. നിങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട് കുറേ കള്ളങ്ങളുടെ, കുറേ നുണകളുടെ, കുറേ
പൊടുപ്പും തങ്ങലുകളുടെ. ഞാൻ സ്നേഹപൂർവ്വം വീണ്ടും നിങ്ങളോട് പറയുന്നു, രാജ്യത്തെക്കുറിച്ച് അഭിമാനകരമായി നിൽക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നാടിനെ കൊണ്ടുവരാനും രാജ്യത്തിലെ രാഷ്ട്രീയത്തെ കുറെ കൂടെ ഗുണപരമായി ഇടപെടാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ ഇന്ത്യയുടെ മുമ്പിൽ, ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു മനുഷ്യൻ ഒരു കോംപ്രമൈസും ഇല്ലാതെ റിലയൻസിന്റെ മേധാവിയുടെ വീട്ടിൽ കല്യാണം നടക്കുകയാണ്. ലോകത്തിലെ എല്ലാ വ്യവസായികളും ആ കല്യാണത്തിൽ പങ്കെടുക്കുകയാണ്, എല്ലാവരും. ആ സമയത്ത് ബോംബെയിലെ ഒരു ഹോട്ടലിൽ, ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ സാധാരണക്കാരുടെ കൂടെ ചായ കുടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പേരായിരുന്നു രാഹുൽ ഗാന്ധി എന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ജനാധിപത്യത്തിൻ്റെ ഇടത്തിൽ ഒരൊറ്റയാളായി കോംപ്രമൈസ് ഇല്ലാതെ ഞാൻ കീഴടങ്ങില്ലെന്ന് പറഞ്ഞ് നിൽക്കാനാവുക? എങ്ങനെയാണ്? അതിൻ്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്, അതിൻ്റെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത്, അതിൻ്റെ പേരാണ് പോരാട്ടം എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ എന്തെങ്കിലും നേരത്തെ പറഞ്ഞല്ലോ സ്ട്രെസ് ഉണ്ടാവുന്നൊക്കെ, സ്ട്രെസ് കൊണ്ട് മരിക്കുന്നുള്ളതൊക്കെ ഒരു കുഴപ്പമില്ലാത്തൊരു സയൻസിൻ്റെ കാര്യമാണ്. പക്ഷേ സ്ട്രെസ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയണമെങ്കിൽ എനിക്ക് സ്ട്രെസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്കറിയാം. വരുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പണിയുണ്ട്. ഞാൻ യൂട്യൂബിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ കാശ്മീർ പ്രസംഗം കേൾക്കും. കാശ്മീരിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. മഞ്ഞിങ്ങനെ, ജോഡോ യാത്രയുടെ സമാപനമാണ്, മഞ്ഞിങ്ങനെ വീഴുകയാണ്. രാഹുലും പ്രിയങ്കയും മഞ്ഞെടുത്ത് എറിയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞിട്ട് പ്രസംഗിക്കുകയാണ്. രാഹുലിൻ്റെ രോമത്തൊപ്പിയിൽ നിന്ന് മഞ്ഞിങ്ങനെ മുഖത്തുകൂടെ താഴേക്ക് വീഴുന്നത് നമ്മൾ ആ ടെലിവിഷനിൽ ഇങ്ങനെ കാണുന്നുണ്ട്. എനിക്ക് പക്ഷേ ആ പ്രസംഗം കേൾക്കുമ്പോൾ തോന്നുന്നത് ആ മഞ്ഞു വീഴുന്നത് എൻ്റെ ഹൃദയത്തിലേക്കാണ് എന്നാണ്. നിങ്ങൾ ഈ പറഞ്ഞ ആശങ്കകൾ നിറഞ്ഞ ഹൃദയത്തിലേക്കാണെന്നാണ്. രാഹുൽ പറയുന്നുണ്ട്, ഞാൻ വരുന്ന വഴികളിൽ കുറേ ആളുകളെ കണ്ടു. കുറച്ച് പെണ്ണുങ്ങൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, മാനം ഹനിക്കപ്പെട്ടു പോയവരാണ് ഞങ്ങൾ, ബലാത്കാരം ചെയ്യപ്പെട്ടവരാണ് ഞങ്ങൾ, അശുദ്ധരായവരാണ്, ഞങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നടക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പിന്തുണ പറയാൻ വേണ്ടി വന്നതാണ്. രാഹുൽ പറയുന്നുണ്ട്, കുറച്ച് കുട്ടികൾ ഈ മഞ്ഞത്ത് ദേഹത്തൊരു തുണിയുമില്ലാതെ എന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി പാഞ്ഞു വന്നു. ഞാൻ അവരെ ചേർത്ത് പിടിക്കാൻ നോക്കുമ്പോൾ എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, അവരുടെ ദേഹത്ത് മുഴുവൻ അഴുക്കാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, അവരുടെ ദേഹത്ത് നമ്മളുടെ ഹൃദയത്തിനകത്തുള്ള അത്ര അഴുക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരെ ചേർത്ത് പിടിച്ചു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. രാഹുൽ പ്രസംഗിച്ചിട്ട് പറയുന്ന ഓരോ വാക്കുകൾ നിങ്ങൾ കേട്ടോളൂ. ഒരു രാജ്യം എന്ന നിലക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷങ്ങളുണ്ട്. കോംപ്രമൈസ് ചെയ്യാതെ നിൽക്കുക എന്നത് ഒരു വലിയ പണിയൊന്നുമല്ല. അതിനൊറ്റ കാര്യമേ വേണ്ടൂ, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലക്കുള്ള അഭിമാനത്തിൽ നിൽക്കാനും അനീതിയുടെ മുമ്പിൽ കീഴടങ്ങില്ല എന്ന് തീരുമാനിക്കാനും കഴിഞ്ഞാൽ മതി. കോംപ്രമൈസ് ചെയ്യാതെ ജീവിക്കണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സീതി സാഹിബിനെടുത്ത് വായിക്കണം, CH എടുത്ത് വായിക്കണം, നിങ്ങൾ ബാഫക്കിത്തങ്ങളെ എടുത്ത് വായിക്കണം. ബാഫക്കിത്തങ്ങൾ മുസ്ലിം ലീഗ് സമസ്തയുടെ അനിഷേധ്യനായ നേതാവുണ്ട്, മുഹമ്മദ് ഫൈസി, മലപ്പുറത്ത്. അദ്ദേഹം എഴുതിയിട്ടുള്ള സമസ്തയുടെ ഒരു ചരിത്രമുണ്ട്. 967 തോന്നുന്നു, എൻ്റെ കയ്യിലെ പുസ്തകമുണ്ട്. 67 മലപ്പുറത്തെ ചെമ്മാട് ഒരു സമ്മേളനം നടക്കുകയാണ് സമസ്തയുടെ. ഫൈസി പറയുന്നുണ്ട്, 2 പ്രത്യേകതയാണ് ആ സമ്മേളനത്തിനുള്ളത്. ഒന്ന്, ഒരു ക്ഷേത്രത്തിൻ്റെ വളപ്പിലാണ് സമസ്തയുടെ സമ്മേളനം നടക്കുന്നത്. 2, ആ സമസ്തയുടെ സമ്മേളനത്തിൽ സ്റ്റേജിലും താഴെയും MK ഹാജി ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ സുന്നി പണ്ഡിതരുടെ മൗമുമായി നമസ്കരിച്ച ശേഷമാണ് MK ഹാജി പോയത്. 921 നിന്നൊരു മാപ്പിള കുതറി ജീവിക്കുകയാണ്, അതിജയിക്കാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് PSMO കോളേജിനടുത്തൊരു യത്തീംഖാന വരുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ. ബാഫക്കി തങ്ങൾ
മലയാളത്തിൽ ഖുതുബ പറയുന്ന പള്ളിയുടെ പുറത്തുള്ള കല്ലിൽ ബാഫക്കി തങ്ങളുടെ പേരുണ്ട്. സ്ട്രെസ് വരുമ്പോൾ ഇടയ്ക്കതൊന്ന് വായിക്കണം. അന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അതിജീവിക്കാനുള്ള പ്രയാസമുള്ള കാലാണ്. ഇന്ന് കുത്തിത്തിരിപ്പിന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വറ്റുകുത്തുന്ന സമയമായതുകൊണ്ടാണ്. രണ്ട് കാലവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ വയനാട്ടിലെ മുസ്ലിം യത്തീംഖാനയുടെ, നിങ്ങൾക്കറിയാലോ, എം.എ. മുഹമ്മദ് ജമാൽ സാഹിബ് ഒരു സൂഫി വര്യനെ പോലെ ജീവിച്ച് നമുക്കിടയിൽ നിന്ന് മാസങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയ, എനിക്ക് ഗുരുതുല്യനായ, എനിക്ക് പിതാവിനെ പോലെ, എൻ്റെ വാപ്പ മരിച്ചിട്ടു ചെറിയ പ്രായത്തിൽ മരിച്ചു പോയതാണ്. എൻ്റെയും ചെറിയ പ്രായത്തിൽ, വാപ്പയുടെയും ചെറിയ പ്രായത്തിൽ. എനിക്കൊരു പിതാവിനെ പോലെ ഞാൻ കണ്ടിരുന്ന മനുഷ്യനാണ് ജമാൽ സാഹിബ്. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ എന്നെയൊക്കെ കയറ്റിയിട്ട് ജമാൽ സാഹിബ് ഇതായി ഫിർദൗസിൻ്റെ ഒക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകും. കല്ലിക്കണ്ടിയിൽ ആ ഭാഗത്തൊക്കെ ഉള്ള പള്ളിയിൽ കൊണ്ടുപോയി ഞങ്ങൾ ഇറക്കും. ഞാൻ എപ്പോഴും സുബഹിക്ക് എത്തുക കല്ലിക്കണ്ടിയിലെ ആ ജംഗ്ഷനിലുള്ള പള്ളിയിലാണ്. എന്നെ അവിടെ ഇറക്കിയിട്ട് ജീപ്പ് പോവും. സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ഞങ്ങൾ അകത്ത് കയറും. എന്നിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ആയിരിക്കും, ഞാൻ പറയും യത്തീംഖാനയിൽ വരികയാണ്, വലിയ പ്രയാസമാണ് കുട്ടികൾക്ക്. ജമാൽ സാഹിബ് പറഞ്ഞിട്ട് വന്നതാണ്, എന്തെങ്കിലും ഒരു പൈസ വേണം. അപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാർ പറയും ജുമ കഴിഞ്ഞിട്ട് സംസാരിക്കാം. സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. ജുമ കഴിയുമ്പോൾ അങ്ങനെ കുറേ പള്ളികളിൽ നിന്നായി ഞങ്ങൾക്ക് ആ യത്തീംഖാന നടത്താനുള്ള കുറേ പൈസ ജമാൽ കൈ ഏൽപ്പിക്കാൻ ആ നാട്ടുകാർ തരും. ആ പള്ളി ഒരു മുജാഹിദിൻ്റെ പള്ളിയാണെന്ന് ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. നമ്മളൊക്കെ ഒരുമിച്ച് നിന്നാണ് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ജയിച്ചു വന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പരസ്പരം നശിപ്പിക്കാനുള്ളതല്ല. നിങ്ങൾ ഒരു കാര്യം ഓർത്തോളൂ, ലീഗിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ജനതയെ നിർത്തുന്നതിൽ നിങ്ങളെത്ര ഭയപ്പെടുത്തിയാലും ആ നിലപാടുകളിൽ സമുദായത്തിൻ്റെ ഐക്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് തിരിഞ്ഞോടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എത്ര നഷ്ടം വന്നാലും. എന്നോട് പലരും പറഞ്ഞു നിങ്ങൾ അങ്ങനൊന്നും പറയാൻ പോവല്ല, തെരഞ്ഞെടുപ്പല്ലേ. എന്ത് തെരഞ്ഞെടുപ്പ്? നിങ്ങൾ എത്ര പേരാണ് വിദേശത്ത് അധ്വാനിക്കാൻ വന്നിട്ട് ഒരു ആശ്വാസത്തിന് വന്നതല്ലേ ഇവിടെ? എന്തെല്ലാം നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എത്ര പേരുണ്ട്? 1000, 10,000, ലക്ഷം, 10 ലക്ഷം അല്ലല്ലോ. നിങ്ങൾക്കിടയിൽ നിന്ന് എത്ര പേര് MLA ആവും? എത്ര പേര് പഞ്ചായത്ത് മെമ്പറാവും? നിങ്ങളുടെയൊക്കെ വിയർപ്പല്ലേ, അധ്വാനമല്ലേ, കഷ്ടപ്പാടല്ലേ? അങ്ങനെ ഒരു പണി കിട്ടാൻ വേണ്ടി സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഇസ്സത്ത് കളഞ്ഞിട്ട് കുനിഞ്ഞു നിൽക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? സമുദായം പ്രധാനമാണ്, ഇസ്സത്ത് പ്രധാനമാണ്, അഭിമാനം പ്രധാനമാണ്. അത് കളഞ്ഞിട്ട് കിട്ടുന്ന ഒരു പദവി ഒരു തരത്തിലും വിലയുള്ളതല്ല. ലീഗ് അങ്ങനെ നിന്നിട്ടുള്ളൂ. ഈ സമുദായത്തിൻ്റെ ഏറ്റവും തലയെടുപ്പുള്ള ഇസ്സത്തുള്ള നേതാവാണ് ബാഫക്കി തങ്ങൾ. ബാഫക്കി തങ്ങൾ പഠിപ്പിച്ച ഒരു സാമുദായിക മുന്നേറ്റമുണ്ട്. അത് കളയണോ? ഒരു കേവലം ഒരു നേതാവ് മാത്രമല്ല ബാഫക്കി തങ്ങൾ. മുസ്ലിം ലീഗിന് ഇത്ര അമരത്വമുള്ള, കഴിവുള്ള, ഇത്രമേൽ ശക്തിയുള്ള, ഇത്രമേൽ ദീർഘവീക്ഷണമുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ ലീഗ് രാഷ്ട്രീയ പാർട്ടിയിൽ? ബാഫക്കി തങ്ങളെ പോലെ, ബാഫക്കി തങ്ങളെ പോലെ അവസാനം ഹജ്ജിന് പോവുകയാണ്. മകൻ മരുന്നെടുത്തു വെക്കുകയാണ്. അപ്പൊ പറഞ്ഞു മരുന്ന് തികയില്ല ബാഫക്കി തങ്ങളോട്. ബാഫക്കി തങ്ങൾ പറഞ്ഞു അത് മതിയായി. അതിനപ്പുറത്ത് മരുന്ന് കഴിക്കാൻ ബാഫക്കി തങ്ങൾ ഉണ്ടായില്ല. തിരിച്ചു വന്നില്ല ബാഫക്കി തങ്ങൾ. ജീവിതത്തിൽ അദ്ദേഹം കാണിച്ച ഒരു വഴിയുണ്ട്. ആ വഴിയിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ ആര് വന്നു പറഞ്ഞാലും സൗകര്യമില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക്, സമുദായത്തിന്.
ഒരുമിച്ച് നിൽക്കണം സ്നേഹമുള്ളവരെ. ഐക്യവും സന്തോഷവുമാണ് പ്രധാനം. തർക്കങ്ങളാവാം, അത് നേരായ വഴിയിലാവണം, നന്മ നിറഞ്ഞതാവണം. കെ എം ഷാജിക്ക് തോന്നുന്ന പോലെ പറയാനുള്ളതല്ല. ഈ സമുദായത്തിൻ്റെ ഭാവി എന്നതും നിലനിൽപ്പെന്ന് പറയുന്നതും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക പ്രധാനപ്പെട്ടതാണ്. നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, തകർക്കാൻ എളുപ്പമാണ്. പക്ഷെ തകരുന്നത് ചെറുതാവൂല, പോരാടി നേടിയെടുത്തതാണ്. ഇപ്പോഴല്ലേ ഈ പ്രവാസമൊക്കെ വന്നപ്പോഴല്ലേ ഉഷാറായത്? കോഴിമുട്ട ലേലം ചെയ്തുണ്ടാക്കിയതാണ്. ഞാൻ എനിക്കൊക്കെ അറിയാം, എൻ്റെയൊക്കെ നാട്ടിൽ വയലത്തറൊക്കെ വരുമ്പോൾ വന്ന് പ്രസംഗിക്കുമ്പോൾ സുബൈക്കല്ലേ നമ്മൾ പള്ളി നിസ്കരിച്ച് വീട്ടിൽ പോവുക, വയൽ കഴിഞ്ഞിട്ട് ലേലം വിളിയല്ലാണ്. കോഴീൻ്റെ പോരിശ് അങ്ങനെ പറയും, എന്താ കോഴി, എന്താ തൂക്കം, എന്നിട്ട് ഇങ്ങനെ ലേലം ചെയ്യുക. സാധുക്കൾ കോഴിമുട്ട ലേലം ചെയ്തിട്ട് വിൽക്കുക. പിടിയരി വീട്ടിൽ നിന്ന് കൊടുത്തു, ഉറുമ്പ് കൂട് കെട്ടുന്ന പോലെ ഉണ്ടാക്കിയത്. അതൊക്കെ ബറ്റ് കുത്തുമ്പോ ഇതൊക്കെ തകർക്കാതെ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ നശിപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ടോ? അതിൻ്റെ കൂടെ നിൽക്കാൻ മുസ്ലിം ലീഗ് പാർട്ടിക്കാവില്ല. ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് നമ്മുടെ നേതാക്കന്മാർ. അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചാൽ മതി, പുതിയായിട്ടൊന്നും ഉണ്ടാക്കണ്ട. അതിനൊന്നും നേരമില്ല. അതുകൊണ്ട് സമൂഹത്തിൻ്റെ പുരോഗമനത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന മുന്നേറ്റങ്ങൾക്ക് KMCC-കാരാ നിങ്ങൾ നിങ്ങളുടെ കഴിവും മികവും കാണിക്കണം. ഈ മനോഹരമായ സായാഹ്നത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്.